ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. തിരുവിൽവാമല പൂതനക്കര ജവാഹർ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ 37ാം വാർഷിക പൊതുയോഗം സൊസൈറ്റി ഹാളിൽ വെച്ച് പ്രൗഢമായി നടന്നു. തിരുവല്ലോമല പൂതനക്കര ജവഹർ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ 37ാം വാർഷിക പൊതുയോഗം സൊസൈറ്റി ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ കെ കമലാക്ഷി നിർവഹിച്ചു. ഈ അവസരത്തിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ റബ്ബറിൻ്റെ ഉൽപ്പാദനം 8,75,000 ടണ്ണാണ്. ഉപഭോഗം 14,16,000 ടണ്ണാണ്. എന്തായാലും ഉൽപ്പാദനത്തേക്കാൾ ഏറ്റവും കൂടുതൽ 5 ലക്ഷത്തിൻ്റെ വ്യത്യാസം എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷത്തിൻ്റെ കുറവ് ഉൽപ്പാദനത്തിൽ വരുന്നു. ഉപഭോഗത്തിനേക്കാൾ 5 ലക്ഷത്തിൻ്റെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റബ്ബർ ബോർഡ് പലതരം സ്കീമുകൾ നടപ്പിലാക്കി വരുന്നു. ആ സ്കീമുകളെ കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നതാണ്. എന്തായാലും ഈ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ 2026-27 സാമ്പത്തിക വർഷത്തെ ക്യാമ്പയിൻ മീറ്റിംഗിന്റെ വിഷയം ആയിട്ട് നമ്മൾ ജവഹർ RPS പ്രസിഡന്റ് ആർ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം പത്മിനി, ജവഹർ RPS ഡയറക്ടർ KP രാജശ്രീ, റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ BM മധുല്യ, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് PR വിജയരാമൻ, ഒറ്റപ്പാലം ഫെഡറൽ ബാങ്ക് പ്രതിനിധി യമുന തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജവഹർ RPS ഡയറക്ടർ P മോഹനകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും KP രാമോഹൻ ഓഡിറ്റ് റിപ്പോർട്ടും ബഡ്ജറ്റും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ജവഹർ RPS പ്രസിഡന്റായി ആർ മുരളീധരനെയും വൈസ് പ്രസിഡന്റായി PR വിജയരാമനെയും വീണ്ടും തെരഞ്ഞെടുത്തു. ആസാമിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ആസാമിലേക്ക് റബ്ബറിന്റെ തൈകൾ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ സാങ്കേതിക എനിക്കൊന്ന് കുറച്ചുകൂടി ടെക്നോളജി ആയിട്ട് അവിടെയാണ് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന മറ്റൊരു സംസ്ഥാനമാണ് ആസാം. ഞങ്ങൾക്ക് തന്നെ ബാങ്കിൽ തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നിരവധി ലോൺ എടുത്തിട്ടുള്ള ഉപഭോക്താക്കള് ഈ ആസാമിലും കൂടി ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ഇത് പറയാമെന്ന് വിചാരിച്ചത്. കാരണം നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈ സാങ്കേതിക വിദ്യാധിഷ്ഠിത റബ്ബർ തോട്ടങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വാക്യം തന്നെ വളരെ അർത്ഥവത്താണ്. കാരണം നമ്മുടെ പരമ്പരാഗത കൃഷി രീതികൾ മാറ്റി ടെക്നോളജികൾ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴുള്ളത്. മാഡം പറഞ്ഞതുപോലെ നമ്മളുടെ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ ഇതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റബ്ബർ ബോർഡ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കർഷകരെ എന്താ പറയുക കർഷകരെ അതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആളുകൾ. ന്യൂസ് ഡെസ്ക് CCV.